വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നിനക്കും തന്നെ ലൂഡോയില് തോൽപ്പിക്കാനേ പറ്റില്ല. അത് നമുക്ക് നോക്കാലോ. ഒന്ന് കളിച്ചു നോക്ക്, അപ്പറിയും എന്താവോന്ന്. വീർ, എന്റെ എനർജി ലെവല് കുറയുന്നു. എനിക്ക് വിശക്കുന്നു. എനിക്ക് ക്യാരറ്റ് വേണം. പ്ലീസ്, എനിക്ക് ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് തരുവോ? ഈ കളിയൊന്ന് ആദ്യം കഴിയട്ടെ ചുൾബുൾ, എന്നിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി നിനക്ക് ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് വരാം. ഇല്ല, എനിക്ക് ഇപ്പൊ ക്യാരറ്റ് വേണം. ഒന്ന് നിക്കണ്ട ചുൾബുൾ, കുറച്ചു നേരം കളിക്കട്ടെ ഞാൻ. അത് കഴിഞ്ഞിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ദേത് കണ്ടില്ലേ, എനിക്ക് വീണ്ടും 6 വീണു. ഇതെന്താ ഇങ്ങനെ? നീടുമ്പോ മാത്രം എപ്പോഴും 6 വീഴുന്നത്? നീ നിന്റെ മാജിക് ഉപയോഗിച്ചല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല അല്ല, ഞാൻ ഒരു മാജിക്കും ഇവിടെ ചെയ്യുന്നില്ല. ദേ കണ്ടില്ലേ, കണ്ടോ, എനിക്കിപ്പോ വീണ്ടും 6 വീണു. വീർ, നിനക്ക് ക്യാരറ്റ് മേടിക്കാൻ പോകാൻ വയ്യെങ്കിൽ അതൊക്കെ പറഞ്ഞാ പോരെ? ഞാൻ തന്നെ മാർക്കറ്റിൽ പോയി ക്യാരറ്റ് വാങ്ങിക്കൊള്ളാം. എങ്കി പിന്നെ ശരി, എന്നാ നീ പോയിക്കോ. സ്വയം പോയി വാങ്ങിക്കോ. സ്വന്തം കാര്യം തനിയെ ചെയ്യാൻ പഠിക്ക്. എന്നാ പിന്നെ ഞാൻ പോയിക്കോളാം. എന്നാ പിന്നെ പോയിക്കൂടെ, ആരും തടഞ്ഞില്ലല്ലോ. ഞാൻ പോവാ. വീർ, നീ എന്തിനാ വെറുതെ ചുൾബുളിനോട് ദേഷ്യപ്പെട്ടത്? അവന് വിഷമായി കാണും. നിനക്ക് അറിയാലോ, ദേഷ്യപ്പെടുന്നത് തെറ്റാണ്. ഐ നോ ഡിയർ, പക്ഷേ നീ വിഷമിക്കൊന്നും വേണ്ട. ചുൾബുളിനെ എനിക്ക് നന്നായി അറിയാം. അവൻ എന്റെ കൂട്ടുകാരനാ. കുറച്ചു കഴിയുമ്പോ അവന്റെ ദേഷ്യമൊക്കെ മാറിക്കോളും. പിന്നെ അവൻ തിരിച്ചു വരും. ഹായ്, കൊള്ളാലോ, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. എവിടെ നോക്കിയാലും ക്യാരറ്റ്. ഈ വീറെന്താ കരുതിയത്? അവൻ എനിക്ക് ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് തന്നില്ലെങ്കിൽ എനിക്ക് ക്യാരറ്റ് കിട്ടില്ലെന്നോ? അത് കൊള്ളാലോ, നല്ല അടിപൊളി കഴുതിയാണല്ലോ കിട്ടിയത്. ഇവനെ അങ്ങ് പിടിച്ചേക്കാം. അലക്കാനുള്ള തുണികൾ ചുമക്കാനായി ഇവനേക്കാളും നല്ല കഴുതിയെ വേറെ കിട്ടില്ല. ഇവന് ക്യാരറ്റ് വളരെ ഇഷ്ടമാണല്ലേ? കിട്ടിപ്പോയി. ഇവനെ പിടിക്കാനുള്ള സൂത്രവും കിട്ടിപ്പോയി. ഇത് കൊള്ളാലോ, ക്യാരറ്റുകളുടെ മഴയോ. ഇന്ന് രാവിലെ ആരെയാണോ ഞാൻ കണി കണ്ടത്. ഇന്ന് ഈ ക്യാരറ്റ് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് അകത്താക്കും. ഇന്നത്തെ ദിവസം ഈ കഴുതക്കുട്ടന് കോളാണേ. മാഡ് മാക്സ്, ഒരുപാട് കാലമായി ഞങ്ങൾ നിങ്ങൾക്ക് $5 മില്യൺ തന്നതാണ്. അപ്പോൾ താൻ ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തന്നതാണ്, നീ ഞങ്ങൾക്ക് ആ പ്രേം സഹായി ഉണ്ടാക്കിയെടുത്ത റോബോട്ടിക് മാനെ കൊണ്ടുവന്ന് തരുമെന്ന്. പക്ഷേ നീ ഇതുവരെ നീ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. ഇനി അത് നിന്നെയും കൊണ്ട് പറ്റില്ല എന്നാണെങ്കിൽ ഞങ്ങളുടെ ആ $5 മില്യൺ ഞങ്ങൾക്ക് തിരിച്ചു തരാം. ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാത്രിയും ഞാൻ അത് തന്നെയാണ് സ്വപ്നം കാണുന്നതും. ഞങ്ങൾ നിനക്ക് സ്വപ്നം കാണാൻ വേണ്ടിയല്ല കാശെണ്ണി തന്നത്, മനസ്സിലായോ? ആ ഡോക്ടർ പ്രേം സഹായിയുടെ റോബോട്ടിനെ വേഗം എനിക്ക് കൊണ്ടുവന്ന് താ. എന്റെ സ്വപ്നം ആ റോബോട്ടിനെ പിടിക്കുക എന്നതാണ്. എന്റെ ആ സ്വപ്നത്തെ പൂർത്തീകരിക്കാനായി ഈ ആനക്കൊണ്ട റോബോട്ട് എന്നെ സഹായിക്കും. ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കും. എന്നിട്ട് ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രൂപത്തിലുള്ള ഏതെങ്കിലും മെറ്റൽ കണ്ടെത്തിയാൽ അതിനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. ആ മെറ്റലിന്റെ ഹ്യൂമൻ രൂപം അത് തീർച്ചയായിട്ടും ആ പ്രേം സഹായിയുടെ റോബോട്ട് തന്നെയായിരിക്കും. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ബോസ് ശരിക്കും ഒരു ജീനിയസ് ആണ്. ഇത് കണ്ടില്ലേ, ഞാൻ പ്രേം സഹായിയുടെ റോബോട്ടിന്റെ ഒരു ഡമ്മി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ നമ്മുടെ അനക്കോണ്ട റോബോട്ട് ഇതിനെ വന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അനക്കോണ്ട റോബോട്ട് അതിന്റെ ജോലി മര്യാദക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അല്ല, ഇതെന്താ? അയ്യോ, രക്ഷിക്കണേ! സോറി ബോസ്. Mad Max is mad. Very, very mad. ആ മണ്ടൻ റോബോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഇപ്പോൾ എന്തായിരുന്നു? ഇന്നും നിന്നെ വെറുതെ വിടില്ല. സോറി ബോസ്, ഒരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധത്തിനുള്ള ശിക്ഷ ഞാനിപ്പോ തരാം.
ഊഞ്ഞാലാടണം. പ്ലീസ് എന്നെ കൂടെ ഒന്ന് ഊഞ്ഞാലിരുത്തി ആട്ടുവോ? ശരി, നീങ്ങുവാ ചുൾബുൾ. നീ ഊഞ്ഞാലിന്റെ മുകളിൽ കയറി നിക്ക്. നല്ല രസമുണ്ട്. വീർ കുറച്ചുകൂടെ ആഞ്ഞാട്ടൂന്നേ. ഇനി ആഞ്ഞ്. വീർ, എനിക്കിപ്പോ ഞാൻ വായുവിൽ പറക്കുന്നത് പോലെ തോന്നുവാ. എല്ലാവരും ശ്രദ്ധിക്കൂ. എല്ലാ വ്യാപാരി വ്യവസായികളും ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കണം. നമ്മുടെ ചണ്ടാസരിത കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതെന്താ? ഞാൻ ശരിക്കും വായുവിലാണല്ലോ. വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ. വേണ്ട. അപ്പൂപ്പ, എനിക്ക് ഒരുപാട് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്താ ഉണ്ടാക്കിയത്? അതേ മോനെ വീർ, ഇന്ന് എന്റെ ശരീരത്തിന് തീരെ സുഖമില്ല മോനെ. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്ക്. ഓക്കെ അപ്പൂപ്പ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ജിൻഡു ഉണ്ടാക്കും. അപ്പൊ ജിൻഡു, ഇന്നത്തെ ഷെഫ് നീയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നീ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? വാവ്, ആദ്യമായിട്ട് നീ പറഞ്ഞ ജോലി മര്യാദക്ക് ചെയ്ത ജിൻഡു. ഇതൊക്കെ എന്താ? എല്ലാം ഈ വായുവിൽ എങ്ങനെ പറന്നു നിൽക്കുന്നത്? വെറുതെ അങ്ങോട്ടൊന്ന് തലതിരിച്ചൊന്ന് നോക്കിക്കേ. നിന്റെ കൂട്ടുകാരൻ ഇവിടെ നടക്കുന്നതെല്ലാം ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ എന്നാ ഇവിടെ നിന്ന് പോയേക്കുവാ. നിങ്ങൾ തന്നെ അവന്റെ കാര്യം നോക്കിക്കോ. ചുൾബുൾ, ബോൾ ഇങ്ങോട്ട് അടിക്ക്. ഇങ്ങോട്ട്. ആദ്യം ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് കഴിച്ചോട്ടെ. ഓഹോ, ബോളിതേ വണ്ടിക്കടിയിൽ പോയി. ഇനി ഈ ബോൾ ഇതിന്റെ അടിയിൽ നിന്ന് എങ്ങനെ എടുക്കാനാ? ഇത്രയും ആഞ്ഞു ബോൾ അടിക്കാൻ നിന്നോട് ആരാ ചുൾബുൾ പറഞ്ഞത്? ഞാൻ നോർമൽ ആയിട്ടുള്ള കിക്കാ അടിച്ചത്. അല്ലെങ്കിൽ തന്നെ നിനക്കറിയാമല്ലോ, ഞങ്ങള് ഡോങ്കികളുടെ ഒക്കെ കിക്ക് എന്ന് പറഞ്ഞാ ഭയങ്കര പവർഫുൾ ആയിരിക്കുമല്ലോ. ആ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പൊ ഇതിന്റെ അടിയിൽ നിന്ന് ബോൾ എങ്ങനെയാ എടുക്കുന്നേ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടോന്ന് നിങ്ങളൊന്ന് ചുറ്റും നോക്കിക്കോ. ഇന്നത്തെ പ്രഭാതം വളരെ മനോഹരമായിട്ടുണ്ട്. എന്റെ കാറിന് ഇത് എന്ത് പറ്റി? ജിൻഡു, ജഡാങ്കളിതേ മുകളിന്ന് വന്ന് വീണു. അയാള് ഞങ്ങളെ കണ്ടു കഴിഞ്ഞ ആകെ പ്രശ്നവും. വേഗം ഒന്ന് അപ്രത്യക്ഷമാക്ക്. ഇപ്പൊ ചെയ്യാം ബോസ്. എന്റെ കാറ് എവിടെ പോയി? ജിൻഡു, കാറിനെ തിരിച്ചു കൊണ്ടുവാ. ഞങ്ങളെ അപ്രത്യക്ഷമാക്കേണ്ടത് കാറിനെ അല്ല. എന്റെ കാറ്, എന്റെ ഒരേ ഒരു സ്നേഹമയമായ കാർ ഇതെവിടെ പോയി? ജിൻഡു, ആ ചഡ്ഡയുടെ കാറിനെ വേഗം തിരിച്ചു കൊണ്ടുവാ. അതിനിപ്പോ എന്താ, കൊണ്ടുവരാലോ. ബണ്ടിയുടെ മമ്മി. നിനക്ക് ഒരിക്കലും ഒരു കാര്യം ശരിയായി ചെയ്യാൻ അറിയില്ലേ? എല്ലാം പഴയതുപോലെ നോർമലാക്ക്. നീ അതിന് എപ്പോഴെങ്കിലും ശരിയായ ഓർഡറുകൾ തന്നിട്ടുണ്ടോ? ആദ്യമേ പറയണ്ടേ കാറിനെ അല്ല നിന്നെയാണ് അപ്രത്യക്ഷമാക്കണ്ടെന്ന്. എനിക്കിതെന്തൊക്കെയാ സംഭവിക്കുന്നത്? ബണ്ടിയുടെ മമ്മി. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്ത പോലെ കാലത്ത് നിലവിളിക്കുന്നത്? കാരണം എന്റെ അടി തൊട്ട് മുടി വരെയുള്ള നീളം ഒരടിയായി ചുരുങ്ങി പോയല്ലേ. ദേ കണ്ടില്ലേ? അല്ല, ഇതെന്താ